ഷൈൻ ചെയ്തിട്ട് വേറെ കാര്യം, ചുമ്മാ ഓരോന്നിനെ പേടിപ്പിക്കാനായിട്ട്. ഇവിടെ ഞാനോ ഞങ്ങളോ ആദ്യമായിട്ട് നേരിടുന്നതല്ല. നല്ലോണം ചിരിക്കുന്നില്ലേ? ചിരിക്കുന്നവർ നല്ലോണം മനസ്സിലായിക്കോ. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് കയ്യും കെട്ടി കുലം കുത്തികളെ വെച്ച് പൊറപ്പിക്കുന്നത് എന്റെ ശൈലിയല്ല. നിങ്ങളെല്ലാം പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങള് കൊത്തിക്കീറി വലിച്ചു നടക്കുകയായിരുന്നു. അന്നൊന്നും നമ്മളൊക്കെ നടന്നു പോയിട്ടില്ല കേട്ടാ. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. അതിനെല്ലാം നേരിട്ട് കൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. എന്നെയോ ഞങ്ങളെയോ ഈ സ്ഥാനത്ത് പാടില്ല എന്ന് ഞങ്ങളെ പാർട്ടിയിൽ എവിടെയും ആലോചിച്ചിട്ടില്ല. ഇത് ഈ ജന്മം ശരിയാവില്ല, കഷ്ടം. അതെല്ലാം ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. അത് കേട്ടിട്ടിതാ ഇപ്പൊ CPM തകരാൻ പോകുന്നേന്ന് വിചാരിച്ച് നിങ്ങൾ വല്ലാതെ മോഹിച്ച് നിൽക്കണ്ട കേട്ടാ. പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം. എന്തിനാണപ്പാ എന്നെ തല്ലണ? ഞാൻ ഏതായാലും ഗുണം പിടിക്കില്ല. ഒരു ദശകത്തോളം നീണ്ട അമിതാധികാര പ്രയോഗങ്ങളുടെയും അസഹിഷ്ണുതയുടെയും ആക്രമണങ്ങളുടെയും അഴിമതിയുടെയും ജനവിരുദ്ധതയുടെയും വർഗീയ അവസരവാദത്തിന്റെയും എല്ലാം വഞ്ചക ഭരണവാഴ്ചയെ ചരിത്രത്തിന്റെ ചവറ്റുകുറ്റയിലേക്ക് തൂത്തെറിഞ്ഞ് വീറോടെ ജനവിധി എഴുതിയ കേരളത്തിലെ മുഴുവൻ ജനതയെയും അഭിനന്ദിക്കുകയാണ് സാർ. ദൈവമേ, ഇവിടുന്ന് നാശമാക്കും. ഒരു പാർട്ടിയും ഒരു ഭരണകൂടവും എന്തായിക്കൂടാ എന്നതിന്റെ സർവ്വലക്ഷണമൊത്ത ഉദാഹരണമായി CPM എന്ന പാർട്ടിയും അതിനെ നയിച്ച ഭരണവും സകല ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും ഭരണകർത്താക്കൾക്കുമുള്ള ആടവും സന്ദേശവുമായി മുന്നിൽ നിൽക്കുകയാണ് സാർ. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. സർ, ത്യാഗഭരിതവും ഇതിഹാസ തുല്യവുമായ ചരിത്രമുള്ള ജനകീയ പ്രതിബദ്ധതയും വർഗ രാഷ്ട്രീയ ഉള്ളടക്കവും ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഒറ്റ ഉടമ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറിത്തീർന്നതിന്റെ ദുരന്ത ഫലമാണ് സർ CPM ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിയാ. കുലംകുത്തികളായി മുദ്രകുട്ടപ്പെട്ടവരെ കേരള മണ്ണ് ജനാധിപത്യ വീറോടെ ജനകീയ നേതാക്കളായി ഉയർത്തിക്കാണിച്ചതിന്റെ ചിത്രമാണ് സർ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവളാള് വിചാരിച്ചവല്ല, നല്ല മിടുക്കിയാണ്. നിന്റെ ലക്ഷണം കണ്ടപ്പോഴേ അവക്ക് ആളെ പിടികിട്ടി. വടകരയും പയ്യന്നൂരും തളിപ്പറമ്പും അമ്പലപ്പുഴയുമെല്ലാം ഭാവി ഇടതു ബദൽ രാഷ്ട്രീയത്തിന് ദിശാസൂചകമായി വിളക്കുമാടങ്ങളായി ഇന്ന് കേരളത്തിന് മുന്നിൽ ജ്വലിച്ചു നിൽക്കുകയാണ്. ഈ ഇരിപ്പിലങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. തീർച്ചയായിട്ടും കേരളത്തിൽ സുശക്തമായ ഒരു ജനാധിപത്യ മതനിരപേക്ഷ ഐക്യമുന്നണി രൂപപ്പെടുന്നതിന്റെ വിളംബരം കൂടിയാണ് സാർ ഈ തെരഞ്ഞെടുപ്പ് ഫലം. വലിയ പ്രതീക്ഷകളുടെ കൂടെയാണ് സാർ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലുള്ള മനുഷ്യർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ നോക്കിക്കാണുന്നത്. അധികാരമേറ്റ ഉടനെ അടിസ്ഥാന ജനവിഭാഗമായ സ്ത്രീകളുടെ ഉന്നമനത്തിന് മുൻഗണന നൽകിയ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് സാർ. കാലെടുത്ത് കുത്തി കിടപ്പാടം പോയി. എന്റെ ജാതകത്തിന്റെ കുഴപ്പമില്ല, അതിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പ. സെൽഫി എടുക്കാൻ വരുന്ന ചെറുപ്പക്കാരെ തട്ടി ഓടിക്കുന്ന മുഖ്യമന്ത്രിയെ പ്രതിപക്ഷത്തിരുത്തി ആ കസേരയിൽ ഒരു പൂക്കി മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന ഡിജിറ്റൽ സാക്ഷരതയുടെ മനുഷ്യരാണ് സർ നമ്മുടെ നാട്ടിലുള്ളത്. സർവ്വ മേഖലയിലും ഭരണമാറ്റത്തിന്റെ ഉണർവ് പ്രകടമാണ്. ഓപ്പറേഷൻ തൂഫാൻ അതിനൊരു ഉദാഹരണമാണ്. ഇതിനോടകം ആളുകൾ ചോദിക്കുകയാണ്, എവിടെയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മളുടെ ആഭ്യന്തരമന്ത്രി എവിടെയായിരുന്നു എന്ന്. ആദ്യമായി നിപ്പ വന്ന് ഒരു വീട്ടിലെ 2 പേർ മരണപ്പെട്ടിട്ടും അവർക്ക് വേണ്ടതൊന്നും ചെയ്യാൻ ഇപ്പോൾ നടന്നു വരുന്ന നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിച്ച LDFന്റെ ക്രൂരതയ്ക്ക്, എമ്പതി ഇല്ലായ്മയ്ക്ക് കേരളത്തിന്റെ പൊതു മനസാക്ഷി മാപ്പ് നൽകില്ല സർ. അവിടെ ഒന്നും വെച്ചേക്കല്ലേ. കവളപ്പാറ ദുരന്തമുഖം സന്ദർശിക്കാതെ ഒളിച്ചോടിയ, ഓഖി ദുരന്ത ബാധിത പ്രദേശത്ത് പോകാതിരിക്കുകയും പിന്നീട് പോയപ്പോൾ ജനങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ 10 വർഷം കേരളത്തിന് ലഭിച്ചത്. മുഖ്യമന്ത്രി സന്ദർശിച്ചാൽ എന്ത്, സന്ദർശിച്ചിട്ടില്ലെങ്കിൽ എന്ത് എന്ന അവസ്ഥയായിരുന്നു ഈ നാടിന്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഭരണപരമായിട്ടുള്ള ഈ അനാഥത്വത്തിന്റെ പരിഹാരമാണ് സർ UDFന് ലഭിച്ച ഈ മാൻഡേറ്റ്. ഈ തിരിച്ചടി വാങ്ങി 30 ദിവസം തികയുന്നതിന് മുമ്പ് ആരോഗ്യമന്ത്രി കോഴിക്കോട് സ്റ്റേഷൻ ചെയ്ത് പ്രവർത്തിച്ചിട്ടില്ല എന്ന ആരോപണം.
നീയാണോ? അതെ, ഞാനാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിന് കൈമോശം വന്ന രാഷ്ട്രീയ സംസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഭരണപരമായിട്ടുള്ള അനാഥത്വമായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ദീർഘവീക്ഷണത്തോടെ യാതൊരു പുതിയ നികുതിയും സാധാരണക്കാരന്റെ മേൽ അടിച്ചേൽപ്പിക്കാത്ത ഒരു ബജറ്റാണ് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഈ സഭയിൽ അവതരിപ്പിച്ചത്. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു എന്ന് സോഷ്യൽ മീഡിയയിലെ കഴിഞ്ഞ 10 വർഷത്തെ കുറിച്ച് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ.